Hello friends, today we are going to make fluffy pancakes, so let's go straight to the video. നമ്മൾ ഫസ്റ്റ് തന്നെ 4 ടേബിൾ സ്പൂൺ മിൽക്ക് എടുത്ത് ഒരു മുട്ടേൻ്റെ യോക്കിലേക്ക് മാത്രം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 2 മുട്ടേൻ്റെ യോക്ക് മതി. ഞാനറിയാതെ വൈറ്റും കൂടെ കൂടിപ്പോയി എടുത്തതാണ്. സോ ഇനി നമ്മൾ ഒരു 3 കപ്പ് ഫ്ലവർ 3 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ഇതിനകത്തേക്ക് ഇടുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ചെയ്യണം. നിങ്ങൾ ഇതൊക്കെ എഗ് യോക്കിൽ മാത്രം ചെയ്യുക. എനിക്ക് കറക്റ്റാവാത്തതുകൊണ്ടാണ് എഗ് വൈറ്റ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് തരാം. ഇനി അതിനകത്തേക്ക് ഒരു 2-3 ഡ്രോപ്പ് വാനില എസൻസ് ആഡ് ചെയ്യുക. നമ്മൾ എഗ് വൈറ്റിലേക്ക് എടുത്ത് ബീറ്റ് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ എഗ് യോക്ക് എടുത്തേക്കാണ്, പക്ഷേ നിങ്ങൾ എഗ് വൈറ്റ് എടുക്കണമായിരിക്കും നല്ലത്. എഗ് വൈറ്റ് എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇത് ഞാൻ എഗ് യോക്ക് ഉപയോഗിക്കണതുകൊണ്ട് തന്നെ നന്നായിട്ട് പഫായി വരില്ല. നിങ്ങൾ എഗ് വൈറ്റ് ഉപയോഗിക്കണം. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ ഷുഗർ അതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഒരു ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എഗ് വൈറ്റ് ആകുമ്പോഴത്തേക്ക് ഈ പോയിൻ്റ് ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഫ്ലഫി ആവും. അപ്പോൾ അതേപോലെ ഫ്ലഫി ആക്കി കിട്ടണം. നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രീസറിലും കൂടെ വെച്ച് ചില്ല് ചെയ്തെടുക്കുക. നിറച്ച് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെയാവും. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച എഗ് യോക്കിൻ്റെ മിക്സ്ചറിൻ്റെ കൂടെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഒരു സ്കൂപ്പ് എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മറ്റേ പാത്രത്തിലേക്ക് ഇടണം. ഇനി നമ്മൾ ഒരു പാൻ ലോ ഹീറ്റിൽ വെച്ച് റെഡിയാക്കി എടുക്കണം. നല്ല ലോ ഹീറ്റിൽ വെക്കണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഓയിൽ ചെയ്തെടുക്കണം. എന്നിട്ട് ഞാൻ പൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ഹീറ്റിലാക്കണം. വളരെ ലോ ഹീറ്റിലാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞു. ഇനി നമ്മളൊന്ന് അടച്ചു വെക്കണം. ഇനി നമ്മളൊന്ന് ഫ്ലിപ്പ് ചെയ്യണം. ഒരു 2-3 സെക്കൻഡും കൂടി ഇതിൻ്റെ താഴെ കുക്കാവും. ഇനി നമ്മൾ ഫ്ലിപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഫ്ലിപ്പ് ചെയ്യുക. ഫ്ലിപ്പ് ചെയ്തിട്ട് ഒന്നും കൂടെ അടച്ച് വയ്ക്കുക. അപ്പോൾ ഞാൻ അതുപോലെ നല്ല സ്റ്റാക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ. നമുക്ക് എനിക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ സാധാരണ പാൻ കേക്കിനേക്കാരെ കുറച്ചും കൂടെ നല്ല ഇതുണ്ട്. നമ്മൾ സാധാരണ പാൻ കേക്ക്സ് ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ടൊരു കറുത്ത രീതിയിൽ ഭയങ്കര ബേൺഡ് പോലെയാവും. ഞാൻ ശരിക്കും പറഞ്ഞാൽ സോഫ്റ്റ്ലി പാൻ കേക്ക്സ് ഉണ്ടാക്കാനാണ് വിചാരിച്ചത്, പക്ഷേ കറക്റ്റായിട്ട് പ്ലാൻ ആവാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആകുമ്പോഴത്തേക്കും ബൈ.